ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ആവി പിടിച്ചിട്ടൊരു കുട്ടി മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് കുറച്ച് ടിപ്സുകൾ കാണാം. ആവി പിടിക്കാൻ എങ്ങനെയാണെന്നുള്ള ടിപ്സുകൾ കാണാം. അപ്പോൾ ഇതുപോലെ ആവി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ കൊണ്ട് മുഖം വെച്ച് കൊടുക്കുമോ? അങ്ങനെ ചെയ്തില്ലോ. നമ്മൾ വിചാരിക്കുന്നിടത്ത് എന്തായാലും ആവി വരില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പറാണെങ്കിൽ അത് മതി. എടുക്കണ്ട, നമ്മൾ സൂചിയാണ് വെച്ചേക്കുന്നത്. എടാ, ഈ സൂചി ഇതുമ്മ പിടിച്ചതിന് ശേഷം നമ്മളിവിടെ പിടിക്കാം. എന്നിട്ട് അതുമ്മയ്ക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് ആവി വരും. കേട്ടോ, എടാ, ആവി വരുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഉള്ളിൽ കൂടെ ആവി വരുന്നുണ്ടോ? ഇങ്ങനെ വയ്ക്കുക കേട്ടോ. കേട്ടോ, കറക്റ്റ് ഇങ്ങനെ ആവി വരും. അപ്പം നമ്മൾ കുറച്ച് അകന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നേരെ നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും പൊള്ളൽ വരിക. ശക്തിയായിട്ടുള്ള ആവിയാണല്ലോ ഇതിൻ്റെ വരുന്നത്. ആണോ, ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതറിയണവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ അറിയണവരുണ്ട്, അന്ന് അറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. കേട്ടോ, ആവി കറക്റ്റ് നമ്മൾ എവിടേക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ആവി പിടിക്കുമ്പോൾ ഇത്തിരി അകന്നിരിക്കുക, തൊട്ട് പോയിരിക്കാണ്ട് പെട്ടെന്നായിരിക്കും ആവി നമ്മുടെ മുഖത്തേക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു ടിപ്പ് കാണാം കേട്ടോ. അപ്പം അടുത്ത ടിപ്പ് കാണാം. നമ്മൾ ഈ പുട്ട് കുടുക്കൽ ഇങ്ങനെ ആവി പിടിക്കുമല്ലോ, അത് പണ്ട് കാലത്ത് തൊട്ടുള്ളതാണ്. പുട്ട് കുടുക്കൽ ആവി പിടിക്കൽ അല്ലേ. ആ പുട്ട് കുടുക്കൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ആവി വരുമ്പോൾ നമ്മൾ നേരിട്ട് മക്കൾക്ക് അല്ലെങ്കിൽ ആർക്കായാലും ഇത് നേരിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. അപ്പോഴാണ് തട്ടി നമ്മുടെ മേലേക്കൊക്കെ വീഴുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് ഇതുപോലെ ഒരു പാത്രം എടുക്കാം, ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ തട്ടി മേലേക്ക് വരില്ല. ഞാനിപ്പോൾ കാലങ്ങളായിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾക്കായാലും നല്ലതാണ്. പെട്ടെന്നൊരു നമ്മൾ ശ്രദ്ധ കൊണ്ട് കൈ തട്ടി അത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ മേലെ പൊള്ളും. ഒരു തരി നമ്മുടെ കൈയിങ്ങനൊക്കെ പൊള്ളിയത്തൊരവസ്ഥ എന്നാലോചിക്ക്, നിൽക്കില്ല അതിൻ്റെ നീറ്റൊന്നും. അപ്പം ഇങ്ങനെ ചെയ്യാം. പിന്നെ പുട്ടും കുടിക്കലും നല്ലതാണ്. വേറൊരു പാത്രം കാണിച്ചു തരട്ടോ. അപ്പം ഇത് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതറിയുന്നവർ കുറേ ആൾക്കാരുണ്ടാവും, അറിയാത്തവർ അതിലേറെ ആൾക്കാരുണ്ടാവും. അതുപോലെ ഉണ്ടാവും. ഇതിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പുട്ടും കുടക്കലത്തെ ആവി എന്ന് പറയണത് പെട്ടെന്ന് നല്ല പനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ലേശം ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ. പിന്നെ പുട്ടുകുടുക്കൽ ആവി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറയും, എന്താണെന്നറിയില്ല. പക്ഷെ എല്ലാവരും പുട്ടുകുടുക്കൽ ആവി പിടിക്കുക കേട്ടോ. ഞാൻ പിടിക്കണത് എന്താണെന്നറിയാം, പുട്ടുകുടുക്കലല്ല കേട്ടോ. അത് കാണിച്ചു തരാം. ഞാൻ പിടിക്കണത്, ഞാൻ മക്കൾക്കൊക്കെ പിടിക്കാൻ കൊടുക്കണത് ഇതുപോലെ കലത്തിലാണ് കേട്ടോ. അപ്പം നേരിട്ട് കലത്തിൽ ആവി പെട്ടെന്ന് പോവില്ല, കലത്തിൽ ആവി ഒട്ടും പോവില്ല. അതുപോലെ കലത്തിൽ ആവി വെക്കുമ്പോൾ നമ്മളത് ഇതുപോലെ കണ്ട, ഇത് കറക്റ്റായിട്ടുള്ള മുടിയല്ലേ. ഈ മുടി ഒരിക്കലും വെച്ച് കൊടുക്കരുത്, നമുക്ക് കൊണ്ട് വലിച്ചാൽ കിട്ടില്ല. അതുപോലെ നമ്മൾ ആവി പിടിക്കുമ്പോൾ മൂടില്ല, തലവഴി മൂടുന്ന ഒരു പൊതുപ്പോ ബെഡ്ഷീറ്റ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ആ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു തുണി എടുത്തിട്ട്, ആ ഷീറ്റ് മൂടുന്ന ഷീറ്റിൻ്റെ ഒരു തുണി എടുത്തിട്ട് പതുക്കെ കൊണ്ട് നീക്കുക. പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള മുടിയാകുമ്പോൾ അത് നീക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പം നമുക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ ഉണ്ടാവും, മക്കൾക്കൊക്കെ ആണെങ്കിൽ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പം എന്താ ചെയ്യുക, അതിൻ്റെ പുറത്ത് നിൽക്കണ ഒരു പാത്രത്തിൽ ഒരു മുടി എടുക്കുക കേട്ടോ. ഇത് കണ്ടോ, ഈ വട്ടത്തിനേക്കാളും കൂടുതലാണ് ഇത്. അപ്പം അത് നമ്മൾ പുതയ്ക്കണ ആ മൂടണ തുണി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പം അത്യാവശ്യം നമുക്ക് ആവി വരും. പിന്നെ കുറയും തോറും നമുക്ക് പിന്നെ കുറേ ആവും തോറും ഇങ്ങനെ നീക്കി കൊടുക്കാം. അപ്പോഴും അതവിടെ ഇരുന്നോളൂ കണ്ട. അപ്പം അങ്ങനെ പിന്നെ കൈ തട്ടി ഇത് നിലത്തേക്കൊന്നും വീഴില്ല കേട്ടോ. അവിടെ മേലേക്ക് ഒരു ആപത്തുണ്ടാവില്ല. ഞാനിപ്പോൾ എത്ര കാലങ്ങളായി ഇവർക്ക് ആവി പിടിക്കണം ഇങ്ങനെയാണ് കലത്തിൽ. നിങ്ങൾ ഈ പുട്ടുകുടുക്കൽ പിടിക്കാതെ ഇതുപോലെ കലത്തിൽ പിടിച്ചോ കേട്ടോ. കുറേ നേരം ആവി നമുക്കുണ്ടാവും, ആവി എടുത്ത് നമുക്ക് മതിയാവും. പിന്നെ എപ്പോഴും നമ്മൾ ഈ തുളസി മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ ഇത് മാത്രം കല്ലുപ്പ് ഇട്ടിട്ട് 2 കല്ലുപ്പ് ഇട്ട് ആവി പിടിച്ചാൽ നമ്മുടെ തലയ്ക്കുള്ളിലത്തെ ഞരമ്പുകളൊക്കെ ഉണ്ടല്ലോ അത് തുറക്കും എന്നാ പറയണം. എനിക്ക് കാലങ്ങളായിട്ട് സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഡോക്ടർമാർക്ക് അറിയില്ല എനിക്ക് എന്താണ് തലവേദന തന്നെ. അപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് തന്നെ കേട്ടോ, കുറേ കാലങ്ങളായി സ്കാനിങ് ഒക്കെ ചെയ്ത്. സ്കാനിങ്ങിൻ്റെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. പക്ഷേ എനിക്കൊരു കുറവില്ല. അവർ പറഞ്ഞ കാര്യമായിട്ടൊന്നും കാണാനില്ല. എന്നിട്ട് ഒരു ആയുർവേദ ഡോക്ടറാണ് എൻ്റെ മാറ്റി തന്നത്. ആ ഡോക്ടറാണ് പറഞ്ഞത് എനിക്ക് സൈനസൈറ്റീസ് ആണ് പറഞ്ഞു.
അങ്ങനെ ആ ഡോക്ടറിൻ്റെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ സൈനസൈറ്റിസ് വന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചയൊക്കെ നമ്മുടെ ഞരമ്പിൻ്റെ ഉള്ളിൽ കഫം വന്ന് അടിഞ്ഞു കൂടും. അപ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഞരമ്പുകളൊക്കെ ഈ കാഴ്ചയൊക്കെ ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കാഴ്ചയൊക്കെ ഇല്ലാണ്ട് ഇപ്പം കണ്ണട വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറിനെ കാണിച്ചിട്ട് നല്ല നല്ല ഡോക്ടർമാരെ തന്നെ കാണിക്കണം കേട്ടോ. നമ്മൾ കാണിച്ചിട്ട് ആൾ മുക്കിലും പിന്നെ മരുന്നുകളൊക്കെ തന്നപ്പോണ്ടല്ലോ. പിന്നെ അതിന് ശേഷം എനിക്ക് സൈനസൈറ്റിസ് ആണ് അപ്പോൾ ശരിക്കും അസുഖം. അതൊരു ഡോക്ടർമാർക്കും അത് അറിഞ്ഞിട്ടില്ല. ചിലർ പറഞ്ഞ മൈഗ്രെയിനാണ്. നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഒന്നും കണ്ട് പറ്റില്ല കേട്ടോ. സൗണ്ട് കേൾക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ക്രമേണ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തിയൊക്കെ പോവും. അപ്പോൾ നമ്മൾ ആവി പിടിക്കുമ്പോൾ ഉപ്പ് മാത്രം ഇടാം, മഞ്ഞപ്പൊടിയോ തുളസിയോ ഒന്നും ഇടരുത്, കല്ലുപ്പ് മാത്രം 2 ഇടാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ആവി കയറി നമ്മുടെ ഈ കഫം ഇളകി വരണം. അതിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾ പുട്ടും കുടുക്ക പിടിക്കാതെ. പുട്ടും കുടുക്ക നമുക്ക് ഒരു കാര്യമില്ല, അത് പേരുണ്ട്, പണ്ട് തൊട്ടേ പുട്ടും കുടുക്കൽ ആവി പിടിക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്കിത് കലത്തിൽ കുറച്ച് ഇത്രയ്ക്കെങ്കിലും വെള്ളം വെച്ചിട്ട് ആവി പിടിക്കുക. എന്നിട്ട് അത് ഇതുപോലെ പാത്രം എടുക്കുക. ഇതിനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പാത്രം എടുക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ തുറന്ന് കൊടുക്കുക. അപ്പോൾ തുറക്കണത് കൈ കൊണ്ട് തുറക്കരുത്, ആ തുണി വെച്ച് തുറക്കാം. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ആവി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി അല്ലേ എന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.